ജോസഫ് വിജയ് എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നടൻ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പലരും പറഞ്ഞു പോകുമ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തിയ അത്ഭുതപ്പെടുത്തിയ ഒരുപക്ഷെ നാളെ രാജ്യത്ത് ട്രെൻഡ് സെറ്റർ ആകാൻ പോകുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി ഈ കഴിഞ്ഞ 25-30 വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ പണി ടെൻഡർ തുകയേക്കാൾ 20% വരെ കുറച്ചു പിടിക്കുന്ന ഒരു പ്രവണത തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ സാർ അടക്കമുള്ളവർ നാളെ ശ്രദ്ധയോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ വിജയ് മുന്നോട്ട് വെക്കുന്ന ട്രെൻഡ് സെറ്റിംഗ് ഉണ്ടല്ലോ, ആ ട്രെൻഡ് സെറ്റിംഗ് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഒരുപാട് ദേശീയ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ധാരാളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ജോസഫ് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നമ്മൾ അറിയണം, പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒരുപാട് അന്വേഷണങ്ങൾ ഒക്കെ പ്രഖ്യാപിച്ചിരുന്ന ആളാണ്. ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യർ മരിച്ചതിന് ഒരുപാട് കേസിനകത്ത് അകപ്പെട്ട ആളുമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിചാരിതമായി അപ്രതീക്ഷിതമായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായി വരികയും DMKയുടെ പരമ്പരാഗത പങ്കാളികളൊക്കെ വിട്ട് അദ്ദേഹത്തോടൊപ്പം ചേരുകയും ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അമ്പട്ടൂർ സോൺ എന്ന് പറയുന്ന ഒരു സോണിൽ 25 ലക്ഷം രൂപയുടെ ഒരു റോഡ് ടെൻഡർ ചെയ്തു. അതിൽ 9 പേർ പങ്കെടുത്തു. അതിൽ ആ വർക്ക് അവാർഡായ L1 അഥവാ ലോവസ്റ്റ് വൺ, ഏറ്റവും ലോവസ്റ്റായി വന്ന ആൾ ആ വർക്ക് പിടിച്ചിരിക്കുന്നത് 17 ലക്ഷം രൂപയ്ക്കാണ്. 16 ചില്ലറ എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപ കുറച്ച്. സാധാരണ അവിടെ വർക്ക് പോകുന്നത് ഈ പറയുന്ന ടെൻഡർ തുകയിൽ 10%, 15% ഹൈ ആയിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ വർക്ക് പോകേണ്ടത് 27 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 28 ലക്ഷം രൂപയ്ക്കോ 30 ലക്ഷം രൂപയ്ക്കോ ആണ് പോകേണ്ടത്. ആ വർക്കാണ് നേരെ 17ലേക്ക് വന്നിരിക്കുന്നത്. തുകയുടെ ചരിത്രമാണ് ഗ്രേറ്റർ ചെന്നൈ കോൺട്രാക്ട് അസോസിയേഷൻ പ്രസിഡന്റ് രാമറാവു അടക്കമുള്ളവർ വാനോളം പുകഴ്ത്തി എക്സ്പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വർദ്ധിക്കുന്നത് മുഴുവൻ കമ്മീഷനാണ്, അഴിമതിയാണ്, അണ്ടർകട്ടാണ്. ഈ അണ്ടർകട്ടൊന്നും തനിക്ക് ആവശ്യമില്ലെന്നും എല്ലാവർക്കും അറിയാം. വിജയ്ക്ക് ഇനി ഇതിനകത്തുനിന്ന് 10 ലക്ഷം രൂപ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എത്ര ആയിരം കോടി അക്കൗണ്ടിൽ കിടക്കുന്നത്. എന്നാലും അത് കിടക്കുന്നത് കൊണ്ട് ഒരാൾ നല്ലവനാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം കൂടിയുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർ പിന്നെ അഴിമതിക്ക് ഇറങ്ങാതിരിക്കണമല്ലോ. അദാനി ഇറങ്ങരുതല്ലോ, അംബാനി ഇറങ്ങരുതല്ലോ. പക്ഷേ അവരൊക്കെ സഞ്ചരിക്കുന്ന ഏത് മാർഗത്തിലാണെന്നറിയാമോ? ഈ ആഗ്രഹം മൊത്തം തീരണമെങ്കിൽ പിടിമണ്ണ് വെക്കണം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്നാൽ വിജയ് അങ്ങനെയല്ല. തൻ്റെ കാലത്ത് ഒരു കമ്മീഷനും അഴിമതിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അത് കേവലം പറച്ചിലല്ല, അത് നടപ്പിലാകുന്ന സംഗതിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് തമിഴ്നാട്. ഇത് പണ്ട് ആം ആദ്മി പാർട്ടിയും പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ പറ മാത്രമേ നടന്നുള്ളൂ, ബാക്കിയൊന്നും നടന്നില്ല. ഇവിടെ അങ്ങനെയല്ല. അക്ഷരാർത്ഥത്തിൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രി പറഞ്ഞത് കമ്മീഷൻ മാത്രമല്ല, ഇതിൽ വേറൊരുപാട് ക്രമക്കേടുകൾ ഉണ്ടായിരുന്നത്രേ. അത് ഈ വർക്കൊക്കെ എടുക്കുന്നവർക്കറിയാം. ഇതേ റേറ്റിനെടുത്തതിന് ശേഷം അതിനോട് ചേർത്ത് വെക്കുന്ന എക്സ്ട്രാ വർക്കായിട്ട് ഓരോ വർക്കുകൾ കൊടുക്കും. അതിനൊന്നും ടെൻഡറില്ല. അതെല്ലാം തീർക്കുന്ന തുകയ്ക്ക് തന്നെ ഇങ്ങ് വാങ്ങുകയാണ്. അപ്പോൾ ആ വെക്കുന്ന തുകയ്ക്ക് കിട്ടത്തക്കവണ്ണം അത് കൂട്ടിക്കൊടുക്കും. അങ്ങനെ വലിയ ഒരു കട്ടാണ് അതിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഹ്യൂജ് പബ്ലിക് മണിയുടെ കറപ്ഷനാണ് ഇപ്പോൾ വിജയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇല്ലാതാക്കി വരുന്നത്. അതൊരു വലിയ പുതിയ ട്രെൻഡാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണാത്ത ട്രെൻഡാണ്. ആ ട്രെൻഡ് വ്യാപകമായാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ എല്ലാം വിലക്കയറ്റം കൊണ്ട് മാത്രമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സമയത്ത് കാശില്ലാത്ത പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലൊന്നും അങ്ങനെയില്ല. അവിടെയും ഏതാണ്ട് 10,000 കോടിയോളം രൂപ കമ്മിയാണ് ബഡ്ജറ്റ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ എക്കോണമി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പ്രൊഡക്ഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇൻഡസ്ട്രികൾ ധാരാളമായുണ്ട്. അവിടെയാണ് വിജയ് മാജിക്ക് നടക്കുന്നത്. ഈ റേറ്റിൻ്റെ കമ്പാരിസണൊക്കെ നാളെ കേരളത്തിലും ഒരു ചലഞ്ചിങ് ആണ്. ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് സത്യസന്ധമായി വേണമെങ്കിൽ അവിടെ പോയി ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാം, ഇതിൻ്റെ എസ്റ്റിമേറ്റുകൾ എടുക്കാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ആ മാതൃക ഇവിടെ സ്ഥാപിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലും അടയാളപ്പെടുത്തുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പും മന്ത്രിയുമൊക്കെയായി മാറാൻ പി.കെ. ബഷീർ സാഹിബിനും കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും വിജയ് മാതൃകയെ അങ്ങനെ ഇനി രാജ്യത്തിന് അവഗണിക്കാനാവില്ല. കാരണം ജനം സാമൂഹ്യ മാധ്യമത്തിൽ വായിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് പ്രകടന പത്രികയല്ല, പ്രവർത്തനത്തിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്.